കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ആ തീരുമാനങ്ങളെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അതായത് നമ്മൾ പറപ്പിക്കുന്നൊരു പട്ടം അത് ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കൈകളിൽ ആ ചരടിൻ്റെ ഒരു അറ്റം ഉണ്ടായിരിക്കണം. ഈ പട്ടം ഞാനും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവമായൊരു ബന്ധമുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും സാമ്പത്തികമായി വളരെ ഉയർച്ച നമുക്കുണ്ടാകാം, വളരെ നേട്ടങ്ങളുണ്ടാകാം. പക്ഷേ ആ നേട്ടങ്ങൾ നമുക്ക് പിന്നെ ദുരന്തങ്ങളായി, ആപത്തുകളായി, വിപത്തുകളായി, തകർച്ചകളായി, അങ്ങനെ വലിയ കടക്കെണിയിലും ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെടുവാനും കാരണമാകും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ നെഗബിൽ താമസിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെ ക്ഷാമമുണ്ടായപ്പോൾ അബ്രാഹാം എന്ത് ചെയ്യുന്നറിയോ? അബ്രാഹാം ഈജിപ്തിലേക്ക് പോയി. നമ്മൾ വായിക്കുക, അവിടെ ഒരു ക്ഷാമമുണ്ടായി, കടുത്ത ക്ഷാമമുണ്ടായിരുന്നതിനാൽ ഈജിപ്തിലേക്ക് പോയി പാർക്കാമെന്ന് കരുതി അബ്രാഹാം അങ്ങോട്ട് തിരിച്ചു. കണ്ടു, അബ്രാഹാം കരുതുകയാണ്. നമ്മളെടുക്കുന്ന ചില കരുതലുകൾ ദൈവം ആഗ്രഹിക്കാത്തതാണെങ്കിൽ അത് വലിയ കുരുതിയിലേക്ക് പോലും പോകുമെന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, ഈ അബ്രാഹാം ഈജിപ്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ മനുഷ്യർ ദൈവഭയമില്ലാത്തവരായിരുന്നു. അബ്രാഹത്തിൻ്റെ ഭാര്യയെ സഹോദരി എന്നാണ് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞത്. അത് കേട്ട് അവിടുത്തെ രാജാവ് സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവർ, പാപമൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് രാജകൊട്ടാരത്തിൽ താമസിപ്പിച്ച് വേണ്ടത്ര രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ രോഗങ്ങളും വരാനിടവന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത് അബ്രാഹത്തിൻ്റെ ഭാര്യയാണ് എന്ന്. ഒരുപാട് സമ്പത്തുകളൊക്കെ കൊടുത്തു, കൂട്ടത്തിൽ ഒരു തോഴിയൊക്കെ കൊടുത്തു. അവളാണ് ഹാഗാർ. പ്രിയമുള്ളവരെ, ഈ സമ്പത്തിനെ പ്രതിയാണ് പിന്നെ അബ്രാഹം ലോത്തും തമ്മിൽ, അവരുടെ ഭൃത്യന്മാർ തമ്മിൽ കലഹമുണ്ടാകുന്നത്. ഈ സമ്പത്താണ് ഒന്നുപോലും അവശേഷിക്കാതെ അഗ്നിയും ഗന്ധവുമെന്ന് അത് നശിച്ചു പോകുന്നത്. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലത് സാമ്പത്തികമായി കുറേ ലാഭങ്ങൾ കുറച്ച് കാലഘട്ടങ്ങളിൽ ഉണ്ടാകാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഒന്നുപോലും അവശേഷിക്കാതെ നശിച്ചു പോകാനും ഇടവരാം. അതുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാകണം. തെറ്റായ തീരുമാനങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഹാഗാറിനെ പ്രതി നിരന്തരം വേദനിക്കാൻ ഇടവന്ന ഒരു അബ്രാഹത്തെ, സാറായെ നമുക്കറിയാം. ആ ഹാഗാറിൽ ഒരു പുത്രനുണ്ടായി, പിന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഹാഗാർ മൂലം ഒരുപാട് കണ്ണുനീര് സാറ ഒഴുക്കേണ്ടി വന്നു. കണ്ടോ തെറ്റായ തീരുമാനത്തിന് അനന്തര ഫലങ്ങൾ? ബൈബിളിൽ ഇനിയും അങ്ങനെയുണ്ട് പ്രിയമുള്ളവർ. അബീമേലെക്കും നവോമിയൊക്കെ തെറ്റായ തീരുമാനമെടുത്ത് അപ്പത്തിൻ്റെ നാടായ ബേത്ലഹേമിൽ നിന്ന് അവർ ദൂരദേശത്തേക്ക് പോയി. അവിടെ വെച്ച് അബീമേലെക്ക് മരിക്കുന്നു, അബീമേലെക്കിൻ്റെ 2 പുത്രന്മാരും മരിക്കുന്നു. കണ്ടോ, ദുരന്തങ്ങൾ ധാരാളം. അതുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിനോട് ചോദിച്ചും പ്രാർത്ഥിച്ചുമായിരിക്കട്ടെ. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവായ ഈശോയെ, ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാം നന്മയായി തീരണമെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ മുൻപിലായിരുന്ന തീരുമാനം എടുക്കാനും, കർത്താവെ അതിനുവേണ്ടി ഞങ്ങൾക്ക് എളിമപ്പെട്ട് അങ്ങിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ, എന്നെ കാത്തുകൊള്ളണേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണെൻ്റെ കർത്താവ്,
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.